നമസ്കാരം. നമുക്ക് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും എന്നിട്ട് അത് മറന്നു പോകാത്ത രീതിയിൽ കുറച്ച് ക്ലൂസും നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ വിസ്തൃതി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. 38,863 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാനുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതായത് 3 3 6, 6ൽ നിന്ന് 2 കൂട്ടിയാൽ 8. ആ 8 വീണ്ടും ഒന്നുകൂടെ എടുത്ത് ഇപ്പുറത്തോട്ട് 8. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിനകത്ത് 8 8 8 എന്ന് വരുന്ന രീതിയിൽ മറ്റ് ഓപ്ഷൻസും കാണും. എന്നാലും നമ്മുടെ മനസ്സിലിരുന്നാൽ മതി. കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 3 6, 6ൽ നിന്ന് 2 കൂട്ടിയാൽ 8. ആ 8 വീണ്ടും ഒന്നുകൂടെ എടുത്ത് അപ്പുറത്ത് എഴുതിയേക്കുന്നു. ആദ്യത്തെ 3 നമുക്ക് വീണ്ടും ഉണ്ടല്ലോ. അതായത് ഈ ലാസ്റ്റ് 3 തന്നെ വീണ്ടും ആദ്യമുണ്ട്. ആദ്യം 3, അവസാനം 3. അതിൻ്റെ ഇപ്പുറത്ത് ഒരു 6. ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 38,863 കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല ഏതാ? നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വയനാട്, ഇടുക്കി, നമ്മുടെ ഈ ചുരമൊക്കെ ഉള്ള ഏരിയ ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഇടുക്കി തന്നെ. അത് നമുക്കൊരു ക്ലൂ ആയിട്ട് വെക്കാൻ വലിയ ഐഡിയ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല ഏതാ? നമ്മുടെ ഇടുക്കിയാണ്. ഇടുക്കി, വയനാടൊക്കെ ഉണ്ടല്ലോ, അതിൽ വയനാട് നമുക്കങ്ങ് മാറ്റി വിട്ടേക്കാം. ഇടുക്കി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല ഇടുക്കി. അടുത്തതായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അറിയാമല്ലോ, വേമ്പനാട് കായൽ. അത് ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ല. വേമ്പനാട് കായൽ നമ്മുടെ പാട്ട് തന്നെ ഉണ്ടല്ലോ, കുട്ടനാടൻ കായലില്ലേ, ആ ഒരു ക്ലൂ തന്നെ വെച്ചാൽ മതി. വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അതിൻ്റെ വ്യാപനം വരുന്നത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലാണ്. ഈ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ആ 3 ജില്ലയിൽ വ്യാപിച്ചാണ് നമ്മുടെ വേമ്പനാട് കായൽ ഇരിക്കുന്നത്. കേരളത്തിലെ പെലെ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേരളത്തിലെ പെലെ എന്നറിയപ്പെടുന്നത്, പെലെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ഫുട്ബോൾ ഇതിഹാസമാണ് പെലെ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൂ നമുക്ക് നോക്കാം. TKS മണി എന്നാണ് ഉത്തരം. അതായത് കേരളത്തിലെ പെലെ എന്നറിയപ്പെടുന്നത് TKS മണി. അപ്പോൾ അതിലൊരു ക്ലൂ എങ്ങനെ നോക്കാം? നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ താരം ആരാ? നല്ല ഫുട്ബോൾ താരം ആരാ? അല്ലെങ്കിൽ കേരളത്തിലെ ഫുട്ബോൾ താരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന IM വിജയൻ സാറാണ്. IM വിജയൻ സാറിനെയാണ് നമ്മുടെ മൈൻഡിൽ ആദ്യമേ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേപോലെ ഇരിക്കുന്ന മറ്റൊരു സിനിമാ നടനുണ്ടല്ലോ, നമ്മുടെ മണിച്ചേട്ടൻ, സിനിമാ നടൻ കലാഭവൻ മണി. അത് തന്നെ ഓർത്താൽ മതി. കേരളത്തിലെ ഫുട്ബോൾ താരം ആരാ? IM വിജയൻ സാറ്. IM വിജയൻ സാറിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു സിനിമാ നടനാരാ? നമ്മുടെ കലാഭവൻ മണി സാറ്. TKS മണി. കേരളത്തിലെ പെലെ എന്നറിയപ്പെടുന്നത് TKS മണി.